ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു എല്ലാവരും റെഡി ആയിട്ട് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ്. അങ്ങനെ നമ്മൾ നടന്ന അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ദേവീക്ഷേത്രമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പം അമ്പലത്തിൽ പുറത്തൊക്കെ ഞങ്ങൾ തൊഴുതു, പ്രദക്ഷിണം ചെയ്തു. അകത്തൊക്കെ ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ അവിടെ പുറത്ത് നല്ല കുറേ പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പ്രാവുകൾ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ആമിക്കുട്ടിക്ക് അവിടെ നിന്ന് ഒരു അപ്പൂപ്പൻ താടി കിട്ടി കേട്ടോ. അപ്പോൾ അവൾ അതും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു പട്ടിക്കുട്ടൻ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവന് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പൂസ് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞാനും ആമിക്കുട്ടിയും കൂടി ഒരമ്പലത്തിലും കൂടി പോയി കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി വേഗം വന്നു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ രണ്ടമ്പലത്തിലെയും നെറ്റിയിൽ ചന്ദനം തൊട്ടിട്ടുണ്ട്, കുറച്ചധികം ചന്ദനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അപ്പുക്കുട്ടിന് ഇന്ന് എക്സാം ഉണ്ട്. അപ്പുക്കുട്ടിന് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയാണ് വേഗം റെഡിയാക്കാൻ പോകുന്നത്. ആമിക്കുട്ടി ആ നേരത്ത് മുറ്റത്ത് കണ്ണിമാങ്ങ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിമാങ്ങ പെറുക്കാനായിട്ട് അമ്മിക്കുട്ടി പോയി കുറേ കണ്ണിമാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു കേട്ടോ. നമ്മൾ കണ്ണിമാങ്ങ പെറുക്കി ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. നമുക്കത് അച്ചാറിടണം എന്നുള്ളൊരു പ്ലാനും കൂടിയുണ്ട്. ഇതാ കണ്ടോ, നല്ല ഏകദേശം ഒരു വലിയ കണ്ണിമാങ്ങയൊക്കെ ആണ് കേട്ടോ വീഴുന്നത്. കണ്ണിമാങ്ങ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരു എന്നാലും അധികം മൂക്കാത്ത മാങ്ങയാണ് കേട്ടോ താഴെ വീഴുന്നത്. വെയിലിൻ്റെ ചൂട് കൊണ്ടാവണം ഇഷ്ടംപോലെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് മാങ്ങ. അങ്ങനെ കുറേ ആമിയുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലായിരുന്നു കേട്ടോ മാങ്ങ പറക്കിയിട്ട്. അവൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മാങ്ങയായിട്ടാണ് അടുക്കളയിലേക്ക് വേഗം വന്നത്. അമ്മയെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വേഗം വന്നത്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പരിപ്പ് അവിടെ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമിക്കുട്ടി അത് കൊണ്ടുവന്ന് അവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ടു. നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കഞ്ഞി റൈസ് കുക്കറിൽ ഞാൻ ഇന്നലെ തിളപ്പിച്ചിറക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊന്നുകൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയും പരിപ്പ് കറി. ഇപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് അതേ ബബിൾ പോലെ നന്നായിട്ട് പൊങ്ങി കൊമളച്ച് വന്നിട്ടുണ്ട്. അയ്യോ അവിടെ കിടന്നൊരു ഇക്ഷൈന വരച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ വന്നേക്കണം കണ്ടോ. ഈ ജനലിൻ്റെ സൈഡിൽ നമ്മുടെ സ്ഥിരം വരുന്നതാട്ടോ ഒരു കാക്ക, ഒരെണ്ണമല്ല 2 കാക്കകൾ വരാറുണ്ട്. അപ്പോൾ രാവിലെ ചില ദിവസം നേരത്തെ വരും, 6:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചില ദിവസം വന്നിരിക്കും കേട്ടോ. ആ ജനൽ തുറന്നിട്ടുണ്ടാവില്ല, ഞാൻ അതിക്ക് മുന്നേ അവിടെ വന്നിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ, അതുവരെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചപ്പാത്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചപ്പാത്തി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവിടെ വന്നിരുന്നത് കൊത്തിപ്പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി കൊണ്ടുപോയിട്ട് കൊക്കിൽ വെച്ച് കൊണ്ടുപോയിട്ട് ഒരു കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വരും കേട്ടോ.
വീണ്ടും വന്നിട്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നോളും. എപ്പോഴാണോ നമ്മൾ കാണുന്നത് അപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അത് കഴിച്ചിട്ട് പൊയ്ക്കോളും. നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ ഇതുപോലെ കാക്കകളോ അങ്ങനെ ഏതെങ്കിലും കിളികളോ ഒരു പ്രത്യേക തരത്തിൽ? ഇത് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്നതാട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. ആ ജനലിൻ്റെ സൈഡിൽ തന്നെ ഫുഡ് വെച്ച് കൊടുക്കുന്ന കാരണം എന്തെങ്കിലും ഫുഡ് മതി കേട്ടോ. ഇപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ 2 ബിസ്ക്കറ്റ് കൊടുത്താലും അത് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയിക്കോളും. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പക്ഷികൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളായിക്കോട്ടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആവശ്യത്തിന് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് എന്നാൽ ഞാനിവിടെ പുറത്ത് ഇങ്ങനെ അരിയും പിന്നെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് വന്ന് വെള്ളം കുടിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ജനലിൻ്റെ സൈഡിൽ വന്ന് എപ്പോഴും എല്ലാ ദിവസവും വന്ന് കഴിച്ചിട്ട് പോകും. അപ്പോൾ അത് മതിയാക്കിയിട്ട് ബാക്കി കൊക്കിലെടുത്തിട്ട് പോവാണ്, പറന്ന് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിതാ ചപ്പാത്തിയൊക്കെ റെഡിയായി, പരിപ്പ് കറി റെഡിയായി. അപ്പം ഞാനും ആമിക്കുട്ടിയാണ് അപ്പുകൂട്ടൻ പരീക്ഷയ്ക്ക് പോയേക്കുവാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പം ഞങ്ങളതാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും പരിപ്പ് കറിയും ഒക്കെ കഴിച്ചു, കാപ്പിയും കുടിച്ചു, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.